അൻസോ നിന്നിലെ ഹംസറ നമ്പർ ഇല്ലേ അവൻ താഴെ ഹംസറ നമ്പറുണ്ട്. ഒമ്പത് 0 7 എന്ത് 907 എനക്ക് ഇംഗ്ലീഷിൽ പറയാറിയില്ലേ? ഇംഗ്ലീഷിൽ പറയണ നീ 9 0 4 904 കഷ്ടണ്ട് ഒരു 904 പറയീ. അതെ ഞാനേ മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റണില്ല. എഴുതിക്കോ 950 അതിന്റെ ആവശ്യമില്ല. നീയേ ഒന്നല്ലെങ്കിൽ ഒരു കോളേജ് അക്ഷറിന്റെ ഭാര്യയല്ലേ, ഒരു ഡിജിറ്റ് പറയാൻ പറഞ്ഞ ഒരു 1 മുതൽ 10 വരെ ഇംഗ്ലീഷ് നിനക്ക് പറയാറില്ല. എന്തായാലും നീ അത് എഴുതി വെച്ചാൽ മതി ഇവിടെ പേപ്പറിൽ. ഞാനേ കോളേജ് വിട്ട് വന്നിട്ട് വിളിച്ചോളാം. കഷ്ടം. ജെസ്സി അല്ലേ ഇത്? ഇവളെന്താ ഇവിടെ? ജെസ്സിയാ? നിഷാദൊക്കെ നിങ്ങളെന്താ ഇവിടെ? ഞാനേ കോളേജില് ലെക്ചറായിട്ട് വർക്ക് ചെയ്യണേ. അപ്പൊ കോളേജിൽ അടുത്താണ്. അപ്പൊ ഒരാൾ വരാറുണ്ടായിരുന്നു. അപ്പൊ അവളെയും കാത്ത് നിൽക്കുക. അതെ, അത് ഞാനും അങ്ങോട്ടാണ്. എന്ന് നമുക്ക് ഒരുമിച്ച് പോയല്ലോ. നമുക്ക് ഒരുമിച്ച് പോവാ. അല്ല നീ എന്തിനാ അങ്ങോട്ട് വരുന്നേ? ഞാൻ നിങ്ങൾ പറഞ്ഞ ആ കോളേജിന്റെ അടുത്തുള്ള മണി ചെയിൻ ഫിനാൻസ് ഇല്ലേ, അവിടെ നിന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിരുന്നു. അപ്പൊ ടൈം പോയി. അപ്പൊ ഞാൻ തിരക്കിട്ട് അതാണ് വേഗം പോയിണ്ടായിരുന്നത്. എന്നാ നമുക്ക് ഒരുമിച്ചാണ് നടക്കാം. നീയല്ലേ വലിയ പണക്കാരനെ കല്യാണം കഴിച്ചിട്ട് ഗൾഫിൽ സെറ്റിൽ ആയത്, പിന്നെന്താ നീ ചെയിനിലൊക്കെ വന്നിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്? അതൊന്നും പറയേണ്ടാത്തൊരു വലിയ കഥയാണ്. എന്തായാലും ഇക്കോടെ ഉണ്ടല്ലോ, നമുക്ക് വല്ല കണ്ട് പറയൊക്കെ. അല്ല ഇക്കോടെ കല്യാണം കഴിഞ്ഞില്ലേ? അപ്പൊ കല്യാണം കഴിഞ്ഞു. ഒരു വിവരമില്ലാത്തൊരു സാധനത്തിന് എനിക്ക് കിട്ടിയത്. 4 ആൾക്കാരുടെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല എന്നെ കണ്ടപ്പോ എങ്ങനെ പെട്ടെന്ന് മനസ്സിലായത്? നിന്നെ എനിക്ക് മനസ്സിലാൻ വേണ്ടിയിരിക്കുവോ? കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ട് നീ ഉണ്ടായിരുന്നല്ലേ. പിന്നെ 5-6 വർഷം ഒരുമിച്ച് പ്രേമിച്ചിടന്നൊക്കെ മറക്കാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അല്ല ഇക്കാര്യം ചോദിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഞാനെങ്ങനെ നിന്നെ ചതിച്ചത്? നീയല്ലേ എന്നെ ചതിച്ചത്? അല്ല ഇക്ക ജോലിയുടെ ആവശ്യത്തിന് ബാംഗ്ലൂർ വരെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഒരു 5-6 മാസം എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ? അപ്പം എനിക്കൊരു ബിസിനസ്സുകാരൻ്റെ കല്യാണം വിളിച്ചിന് വന്നു. അപ്പം എൻ്റെ വീട്ടുകാർ അതിൻ്റെ മുന്നിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അത് ഞാൻ അന്നത്തെ ഒരു കഷ്ടപ്പാടിൽ ജോലി കിട്ടാതെ പിന്നെ നിന്നെ വിളിക്കാൻ മൊബൈലോ ഒന്നുമില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് നമ്മുടെ രണ്ടുപേരും തെറ്റൊന്നുമല്ലത്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കണ്ടല്ലോ. എനിക്ക് നമുക്ക് വേഗം പോവാം. നമുക്കേ നാളെ മുതലൊന്നും കാണാമല്ലോ. സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ 1 മുതൽ 100 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പം അതൊക്കെ മറന്നുപോയി. എന്നാലും ഞാൻ പഠിച്ചെടുക്കും. ഞാൻ 3 4 5 6 7 8 ഇക്കാലത്തെ നമ്പർ ഉണ്ടോ? ഇല്ല. നമ്പർ തരായിരുന്നു. 8 9 സോഡ സർബത്ത്. നല്ല ചൂടല്ലേ പുറത്ത്. ഞാൻ ഒക്കെ വരുമ്പോഴത്തേനും കലക്കി വെച്ചതാ. പിന്നെ ഞാനേ 1 മുതൽ 100 വരെ ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചു കേട്ടോ. ഹലോ. ഇതുവരെ ഇല്ലാത്ത ശൃംഗാരമൊക്കെ ഉണ്ടല്ലോ. ആരോടാണാവോ? ജെസ്സിയെ, നിന്റെ ഫിനാൻസ് ഗ്രൂപ്പിന് എനിക്ക് തീരെ വിശ്വാസമില്ല. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ പൈസ തരാം. നാളെ തന്നെ തരാം. ഓക്കെ, നാളെ കാണാം. ഓക്കെ.
ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. നീ ചോദിച്ച കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെയാ? നീ 4 ചോദിച്ചത്, ഇതിൽ 5 ഉണ്ട്. പിന്നെ എന്താ ഇപ്പൊ കാശ് എത്ര അത്യാവശ്യം നിനക്ക്? അത് ഞാൻ ആ ജോലി ചെയ്യണ ഫിനാൻസ് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് പൈസ ലോൺ എടുത്തിരുന്നു. എന്തായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവല്ലേ, അപ്പൊ കടങ്ങളൊക്കെ തീർത്തിട്ട് സമാധാനത്തിൽ ജീവിക്കാൻ വിചാരിച്ചു. അല്ല എന്തായി അൻസിലാന്ന് പറഞ്ഞു കേട്ടോ? ഒന്നും പറയണ്ട, ഒരു മന്നപ്പ് ഒന്നിനും കൊള്ളില്ല. ഒരു 4 ആളുടെ ഇടയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വിട്ടിട്ടില്ല, എന്തായാലും നോക്കാം. ഓക്കെ ശരി. ഇതൊക്കെ കുറച്ചും കൂടി കറിയായി. നല്ല രുചിയുള്ള ഭക്ഷണമാണല്ലോ. ഇത് പറഞ്ഞിട്ട് എങ്ങനെ ഞാൻ അവളോട് ബഹളം ഉണ്ടാക്കും? ഇനിയിപ്പോൾ അഥവാ ബഹളം ഉണ്ടാക്കിയാലും അവള് പോവില്ല. വേറെന്തെങ്കിലും വഴി നോക്കാം. ഇതിലാണെങ്കിൽ ഒരു അഴുക്കോ ചെളിയോ ഒന്നുമില്ല, പോരാത്തിന് നല്ല മണോ. ഇത് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഇപ്പം അവളോട് വഴക്കൂടുക? ഷൂ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാവം, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവളൊരു ഉത്തമ ഭാര്യയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഇവിടെ ഞാൻ എങ്ങനെ ഒഴിവാക്കും? അവളെ വിളിച്ചിട്ട് കിട്ടണമില്ലോ. ആ പൈസ കൊടുത്തതിന് ശേഷം അവൾ ഫോൺ എടുക്കണമില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്താ അവൾ ഫോൺ എടുക്കാത്തത്? എന്തായാലും അവളുടെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, മണി ചെയിൻ ഫിനാൻസ് ഗ്രൂപ്പ് അല്ലേ? പിന്നെ നിങ്ങളുടെ അവിടെ ജോലി ചെയ്ത ജെസ്സി ഇല്ലേ, ആളവിടെ ഉണ്ടോ? അയ്യോ സാർ, ആ സ്ത്രീ ഞങ്ങളുടെ ബാങ്കിലെ സ്റ്റാഫൊന്നുമല്ല. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഒരുപാട് ലോൺ എടുത്തിട്ട് ഞങ്ങളെ പറ്റിച്ച് നടക്കുന്ന ഒരു ഫ്രോഡ് സ്ത്രീയാണത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ മാനേജറെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മാനേജർ അത്രക്കാരനല്ലാത്തത് കൊണ്ട് ആ സ്ത്രീയുടെ ഒരു വിളവും ഞങ്ങളുടെ മാനേജറോട് അറിഞ്ഞില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ സ്ത്രീ ഒരുപാട് ബാങ്കിൽ നിന്ന് ഇതേപോലെ പണം പറ്റിച്ചിട്ടുണ്ട്. അതിൻ്റെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ പണം പറ്റിച്ച് നടക്കുന്ന പക്ക ഫ്രോഡാണ്. അതിൻ്റെ ഭർത്താവും അതിന് കൂട്ടാണെന്നാണ് കേട്ടത്. എന്നാ കട്ടൻ ചായ. എന്താ കടമൊത്തൊരു ടെൻഷൻ? എന്താ പറ്റി? ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്താ പ്രശ്നം? കാര്യം എന്താ എന്നോട് പറയേ. ഒന്നുമില്ല, പറയേ. പണ്ടേ അവൾ എന്നെ പറ്റിച്ചതാ. അതുകൊണ്ടാണ് അവൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ജീവിതം കിട്ടിയത്. ഇപ്പോഴും അവളെന്നെ പണം മേടിച്ച് പറ്റിച്ചു. അവളുടെ വാക്കും കേട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എനിക്കെൻ്റെ ഈ പൊന്നുപോലത്തെ ഭാര്യയെയും അവളുടെ സ്നേഹവും നഷ്ടപ്പെട്ടേനെ. ഇനി എന്തായാലും ഞാനൊരു തെറ്റുകൾക്കും പോവില്ല. എനിക്കിവൾ മാത്രം മതി.